കോൺഗ്രസിലെ തമ്മിലടിയിൽ തുറന്നടിച്ച് കെ ആന്റണി. നേതാക്കൾ തമ്മിലടി അവസാനിപ്പിക്കണമെന്നും സ്തുതിപാഠകരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുതെന്നും ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിമർശകർ പറയുന്നതിന് ചെവി കൊടുക്കണമെന്നും കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് നേതാക്കൾ മനസ്സിലാക്കണമെന്നും ആന്റണി പ്രതികരിച്ചു. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഉമ്മൻചാണ്ടി വിട്ടുനിന്നതിൽ അസംതൃപ്തി പ്രകടമാക്കിയാണ് ആന്റണിയുടെ പ്രതികരണം. നേതാക്കൾ സ്തുതിപാഠകരെ മാത്രം വിശ്വസിക്കരുതെന്ന മുനവച്ച വാക്കുകൾ. അതെല്ലാവരും മനസ്സിലാക്കണം, യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളണം. സ്തുതിപാഠകർ പറയുന്നത് ഒരു നേതാവും വിശ്വസിക്കരുത്. വിമർശകർ പറയുന്നതാണ് കുറച്ച് ഉൾക്കൊള്ളുന്നതാണ് നല്ലത്. പാർട്ടിയുടെ മാത്രമല്ല നേതാക്കളുടെയും കാലിന് ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് മനസ്സിലാക്കണം. പക്ഷെ എല്ലാവരുടെയും അതുപോലെ പാർട്ടിയുടെയും കാലിനടിയിൽ മണ്ണ് കുറേ ഒലിച്ചു പോയിട്ടുണ്ട്. എല്ലാ നേതാക്കന്മാരുടെയും കാലിനടിയിലെ മണ്ണ് കുറേ ഒലിച്ചു പോയിട്ടുണ്ട്. നാളെ രാഹുൽ ഗാന്ധിയുമായി ഉമ്മൻചാണ്ടി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഹൈക്കമാൻഡിന്റെ അതൃപ്തി വ്യക്തമാക്കുന്ന ആന്റണിയുടെ പ്രതികരണം. അതേസമയം ദില്ലി യാത്രയെക്കുറിച്ച് പ്രതികരിക്കുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി കോട്ടയത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കോട്ടയം. സ്വാശ്രയ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ CPIM പിന്തുണയ്ക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജിഷ്ണുവിന്റെ വീട് കോടിയേരി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ അപാകതയുണ്ടെന്ന് കാണിച്ച് ആരോഗ്യമന്ത്രിക്ക് ജിഷ്ണുവിന്റെ അമ്മ കത്തയച്ചു. അനൂപ് കേര ചേരുന്നു. അനൂപ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനനും MLA AN ഷംസീറിനും ഒപ്പമാണ് കോടിയേരി ബാലകൃഷ്ണൻ ജിഷ്ണുവിന്റെ വീട്ടിലെത്തിയത്. മാതാപിതാക്കളെ ആശ്വസിപ്പിച്ച് അദ്ദേഹം പിന്നീടാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ ആവശ്യപ്പെട്ടത്. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം തന്നെ ജിഷ്ണുവിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഉന്നത ബന്ധമുള്ളവരാണെങ്കിൽ പോലും അവർക്കെതിരെ അവർ ശിക്ഷിക്കപ്പെടും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനിടെയാണ് ജിഷ്ണുവിന്റെ അമ്മ മഹീജ ആരോഗ്യമന്ത്രിക്ക് പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് അപാകതകൾ ഉണ്ടെന്ന് സൂചിപ്പിച്ച് കത്തയച്ചിരിക്കുന്നത്. മുതിർന്ന ഫോറൻസിക് സർജന്മാരുണ്ടായിട്ടും PG വിദ്യാർത്ഥി കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിപ്പിച്ചതും പോസ്റ്റ്മോർട്ടം ചിത്രീകരിക്കാത്തതുമെല്ലാം സൂചിപ്പിച്ചാണ് ജിഷ്ണുവിന്റെ അമ്മ കത്തയച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടം ഇത് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടന്നു. അതോടൊപ്പം തന്നെ ഈ ജിഷ്ണുവിന്റെ ശരീരത്തിലുള്ള പരിക്കുകൾ സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണങ്ങളും ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലുള്ള കത്തയച്ചിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചെല്ലാം കോടിയേരി ബാലകൃഷ്ണനുമായും അവർ സംസാരിക്കുകയുണ്ട്. അനൂപ് കെയർ ആണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ലോ അക്കാദമിയിലേക്ക് SFI മാർച്ച്. CCTV ക്യാമറകളും ജനൽ ചില്ലുകളും അടിച്ചു തകർത്തു. ചിലർ രാഷ്ട്രീയ നേട്ടത്തിനായി കോളേജിലെ വിഷയം ഉപയോഗിക്കുന്നെന്ന് പ്രിൻസിപ്പൽ അഭിപ്രായപ്പെട്ടു. ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, ഇപ്പോഴും സംഘർഷം തുടരുകയാണോ? കോളേജ് ഇക്കാര്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിശദാംശങ്ങൾ. തന്നെ തിരുവനന്തപുരം ലോ അക്കാദമിയിലെ ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിലും മറ്റും വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾ ഉണ്ടാകുന്നതെന്ന് ആരോപിച്ചാണ് അവിടെ വിദ്യാർത്ഥി സമരം നടന്നിരുന്നത്. കഴിഞ്ഞ 5 ദിവസമായി SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോളേജിൽ നിരാഹാര സമരം അടക്കം നടക്കുകയായിരുന്നു. കഴിഞ്ഞ 5 ദിവസമായി കോളേജ് അതുകൊണ്ട് തന്നെ അടച്ചിട്ടിരിക്കുകയുമായിരുന്നു. ഇന്ന് പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് കോളേജിനകത്ത് പ്രവേശിച്ചപ്പോൾ അക്രമാസക്തമാവുകയായിരുന്നു. കോളേജിലെ CCTV ക്യാമറകളും ജനൽ ചില്ലുകളും ലൈറ്റുകളും മറ്റും SFI പ്രവർത്തകർ അടിച്ചു തകർത്തു. ഇത് തടയാൻ ശ്രമിച്ച പോലീസുമായും പ്രവർത്തകർ ഏറ്റുമുട്ടുകയുണ്ടായി. വലിയ സംഘർഷാവസ്ഥയായിരുന്നു ഏകദേശം 1 മണിക്കൂർ മുമ്പ് കോളേജിലുണ്ടായിരുന്നത്. പിന്നീട് നടന്ന സംഘർഷത്തിൽ പോലീസുകാർക്കും 5 SFI പ്രവർത്തകർക്കും പരിക്കേൽക്കുകയുണ്ടായി. പരിക്കേറ്റവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം തന്നെ ലക്ഷ്മി നായർ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോളേജിൽ പ്രശ്നങ്ങളുള്ളത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ തന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു. അറിയിക്കുകയായിരുന്നെങ്കിൽ അന്ന് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കുമായിരുന്നു എന്ന് ലക്ഷ്മി നായർ അറിയിച്ചു. ഇപ്പോൾ നടക്കുന്ന അക്രമ സമരങ്ങൾക്കും മറ്റും പിന്നിൽ പലരുടെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് എന്നുമാണ് ലക്ഷ്മി നായർ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും കോളേജിന് പുറത്ത് വിദ്യാർത്ഥികളുടെ സമരം തുടരുകയാണ്. ജിതിൻ ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഉമ്മൻചാണ്ടി ഇന്ന് ദില്ലിയിലെത്തും. നാളെയാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച. DCC പ്രസിഡന്റുമാരെ നിശ്ചയിച്ചപ്പോൾ A ഗ്രൂപ്പിനെ അവഗണിച്ചതിലുള്ള അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിക്കും. അടിയന്തരമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി തുടരുന്ന നിഷേധാത്മക നിലപാടിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇക്കാര്യം ഉമ്മൻചാണ്ടിയെ അറിയിച്ചിരുന്നു. സംവിധായകൻ കമലിനെതിരെ കുമ്മനം രാജശേഖരൻ.
കമൽ മോദിയെയും സുരേഷ് ഗോപിയെയും അവഹേളിച്ചെന്ന് കുമ്മനം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കമലിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് കുമ്മനം രംഗത്തെത്തിയത്. നേരത്തെ കമൽ രാജ്യം വിട്ടുപോകണമെന്ന ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായിരുന്നു. ഇതിനെതിരെ ബി.ജെ.പി. നേതാവായ സി.കെ. പത്മനാഭൻ പരസ്യമായി എതിർത്തു. ഈ സാഹചര്യത്തിലാണ് കമലിനെതിരായ ബി.ജെ.പി. നിലപാടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കുമ്മനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സംവിധായകൻ കമൽ നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വീണ്ടും രംഗത്തെത്തിയത്. പ്രധാനമന്ത്രിയെയും സുരേഷ് ഗോപിയെയും കമൽ അവഹേളിച്ചുവെന്ന് കുമ്മനം ഫേസ്ബുക്കിലൂടെ പറയുന്നു. നേരത്തെ എൻ രാധാകൃഷ്ണൻ നടത്തിയ സമാന അഭിപ്രായ പ്രകടനം വ്യക്തിപരമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ പാർട്ടി നിലപാട് കമലിനെതിരാണെന്ന് ഇതോടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെ കമൽ അവഹേളിച്ചുവെന്നും കമൽ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു എൻ രാധാകൃഷ്ണന്റെ പരാമർശം. കമലിനെതിരായ എൻ രാധാകൃഷ്ണന്റെ പരാമർശത്തെ തള്ളി ബി.ജെ.പി. മുൻ സംസ്ഥാന പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമായ സി.കെ. പത്മനാഭനും പിന്നീട് രംഗത്തെത്തി. എന്നാൽ സി.കെ. പത്മനാഭനെതിരെ ബി.ജെ.പി. നേതാക്കൾ ഒന്നടങ്കം പ്രതിഷേധ സ്വരം ഉയർത്തുകയും ചെയ്തു. നാളെ ആരംഭിക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനുള്ള തീരുമാനത്തിലാണ് നേതാക്കൾ. അതിനിടയിലാണ് എൻ രാധാകൃഷ്ണന് പിന്തുണ നൽകി കമലിനെതിരായ പാർട്ടി നിലപാട് കുമ്മനം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. സംഘപരിവാർ ആശയങ്ങൾക്കെതിരെ പരസ്യ നിലപാട് വ്യക്തമാക്കിയ ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭനെതിരെ നടപടിക്ക് സാധ്യത. നാളെ ആരംഭിക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗങ്ങളിൽ സി.കെ.പിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകും. അതേസമയം എൻ രാധാകൃഷ്ണനെതിരെയും യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കാനാണ് ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം. സംഘപരിവാർ നിലപാടുകൾക്കെതിരെ ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം സി.കെ. പത്മനാഭൻ പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ പ്രതികരണങ്ങളെ തുടർന്ന് പാർട്ടിയിൽ അദ്ദേഹം ഒറ്റപ്പെടുന്ന കാഴ്ചയാണിപ്പോൾ. സി.കെ.പിക്കെതിരെ നടപടി വേണമെന്ന നിലപാടുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. നാളെ കോട്ടയത്ത് ആരംഭിക്കുന്ന ബി.ജെ.പി. നേതൃയോഗങ്ങളിൽ നടപടി ആവശ്യം ശക്തമാകും. നാളത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ സി.കെ.പിക്കെതിരെ രൂക്ഷ വിമർശനമാകും ഉയരുക. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും മുൻ അധ്യക്ഷന്മാരും ഉൾപ്പെടുന്ന 12-അംഗ കോർ കമ്മിറ്റിയിൽ ആരും സി.കെ.പിയെ പിന്തുണയ്ക്കുകയില്ല. തുടർന്നുള്ള 2 ദിവസങ്ങളിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും സംസ്ഥാന സമിതിയിലും സി.കെ.പിക്കെതിരെ വ്യാപക വിമർശനമുയരുമെന്നതും ഉറപ്പാണ്. സി.കെ. പത്മനാഭനെ അനുകൂലിക്കുന്ന എം.എസ്. കുമാർ അടക്കമുള്ള നേതാക്കളുടെ നിലപാടും യോഗത്തിൽ ശ്രദ്ധേയമാകും. സംസ്ഥാന സമിതി അംഗം കെ.കെ. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം സി.കെ.പിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. യോഗത്തിൽ കൂടുതൽ നേതാക്കളും സി.കെ.പിക്കെതിരെ നടപടി ആവശ്യവുമായി രംഗത്തെത്തും. ബുധനാഴ്ച നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലായിരിക്കും സി.കെ. പത്മനാഭനെതിരെയുള്ള നടപടി വിഷയത്തിൽ തീരുമാനമെടുക്കുക. അതേസമയം എൻ രാധാകൃഷ്ണനെതിരെയും നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനമുണ്ടായേക്കും. കെ.എൻ. രാധാകൃഷ്ണന്റെ വിവാദ പ്രസ്താവനകളും പ്രസംഗവും കാരണം ജാഥയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യത്തിനത് മങ്ങലേൽപ്പിച്ചു എന്ന സാഹചര്യമുണ്ടായതായും നേതാക്കൾ പറയുന്നു. എന്നാൽ ഇരു നേതാക്കളെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ നേതാക്കൾ നിലപാട് സ്വീകരിക്കുമ്പോൾ നേതൃയോഗങ്ങളിൽ ഭിന്നതയും ചേരിപ്പോരും രൂക്ഷമാകും. വിവാദങ്ങളിലും കേരള ഘടകത്തിലെ ഭിന്നതയിലും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും അതൃപ്തിയിലാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കലയുടെ കളിയാട്ടം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയുമ്പോൾ കലകളുടെ യുറ്റിലും വാഴ തൃശൂർ ചെറുതുരുത്തിയിലും തയ്യാറെടുപ്പുകൾ തകൃതിയാണ്. ഓട്ടംതുള്ളൽ അധ്യാപകനായ കലാമണ്ഡലം ഗീതാനന്ദൻ വീണ്ടും പരിശീലകനായെത്തുമ്പോൾ അണിയറയിൽ മത്സരാർത്ഥികളും ആവേശത്തിലാണ്. 4 പതിറ്റാണ്ടത്തെ അധ്യാപന പാരമ്പര്യമുള്ള ഗീതാനന്ദൻ 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കലോത്സവ പരിശീലനത്തിൽ സജീവമാകുന്നത്. കലോത്സവ വേദികളിൽ 39 വർഷം ശിഷ്യന്മാരെ എത്തിക്കാൻ ഭാഗ്യം ലഭിച്ച കലാകാരനാണ് കലാമണ്ഡലം തുള്ളൽ വിഭാഗം മേധാവിയായ ഗീതാനന്ദൻ. 15-ാം വയസ്സിൽ തന്നേക്കാൾ മുതിർന്നവരെ ഓട്ടം തുള്ളൽ അഭ്യസിപ്പിച്ച വേദിയിലെത്തിച്ച ഗീതാനന്ദന്റെ 80-ലധികം ശിഷ്യന്മാരാണ് കലോത്സവ വേദികളിൽ ഇതുവരെ മാറ്റുരച്ചത്. ഹാസ്യകലയായി മാത്രം വേദിയിലെത്തിയിരുന്ന ഓട്ടംതുള്ളലിൽ വ്യത്യസ്തത പരീക്ഷിക്കാനുള്ള ഗീതാനന്ദന്റെ ശ്രമങ്ങൾക്ക് ഏറെ സ്വീകാര്യത ലഭിച്ചിരുന്നു. മരിച്ചു കുമാരകൻ എന്നാണ് തുടക്കം തന്നെ. ഇത് കേൾക്കുമ്പോൾ തുള്ളലാണെന്ന് പോലും തോന്നില്ലല്ലോ. ഈ പദത്തിലാണ് തുടങ്ങണത്.
അന്ന് പാലക്കാട് സംസ്ഥാന കലോത്സവം നടത്തുമ്പോൾ ദിവ്യ ആർ നായർ പറഞ്ഞ കുട്ടി ഈ ആദ്യമായിട്ട് എൻ്റെ പരീക്ഷണം ദുഃഖത്തിൽ പ്രാധാന്യമുള്ള സാധനം അവതരിപ്പിച്ചു. ഇപ്പൊ എല്ലാവരും സാധാരണ പോലെ അവതരിപ്പിച്ചു തുടങ്ങി. ഇപ്പൊ എല്ലാവരും ഹാസ്യം വിട്ട് ദുഃഖത്തിലേക്ക് വന്നു തുടങ്ങി. 3 വർഷക്കാലം പരിശീലനത്തിൽ നിന്ന് മാറി ആസ്വാദകനായി വേദികളിലെത്തിയ ശേഷമാണ് ഗീതാനന്ദൻ വീണ്ടും സജീവമാകുന്നത്. കലാമണ്ഡലത്തിൽ നിന്ന് വിരമിക്കുന്നതിന് തൊട്ടുമുമ്പ് വീണ്ടും അണിയറയിൽ സജീവമാകുമ്പോൾ തുള്ളലഭ്യസിക്കാൻ എത്തുന്നവർ കലയെ ജീവനായി കാണുന്നവരാണെന്നത് ഈ ഗുരുനാഥന്റെ മനസ്സ് നിറയ്ക്കുന്നു. ആദ്യമായി അണിയറയിൽ പ്രവർത്തിക്കുന്ന അതേ സൂക്ഷ്മതയോടെയാണ് മത്സരാർത്ഥികളുടെ പരിശീലനം. ഗീതാനന്ദന്റെ 3 ശിഷ്യരാണ് ഇക്കുറി ഓട്ടംതുള്ളലിൽ അരങ്ങിലെത്തുന്നത്. 4 പതിറ്റാണ്ട് കാലത്തെ പരിശീലന പരമ്പരയുമായി കലാമണ്ഡല ഗീതാനന്ദൻ വീണ്ടും കലോത്സവ വേദികളിൽ സജീവമാവുകയാണ്. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കണ്ണൂരിൽ തിരശ്ശീല ഉയരുന്ന സാഹചര്യത്തിൽ പവലിയന്റെ ഉദ്ഘാടനം ഇന്ന് പീപ്പിളിന്റെ പവലിയൻ ഉദ്ഘാടനം കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. അരുൺ ചേരുന്നു. അരുൺ, എങ്ങനെ പുരോഗമിക്കുന്നു ഒരുക്കങ്ങളെല്ലാം? നമസ്കാരം. 57ാമത് സംസ്ഥാന സ്കൂൾ കലാമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കമാവുകയാണ്. എല്ലാ വർഷവും ഒരുക്കുന്നത് പോലെ തന്നെ കലോത്സവ നഗരിയിലെ താൽക്കാലിക സ്റ്റുഡിയോയിൽ നിന്ന് അതിൻ്റെ എല്ലാ വർണ്ണ ശബളിമയോടും പ്രേക്ഷകർക്ക് ഞങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ, മറ്റു റിപ്പോർട്ടുകൾ ഒക്കെ എത്തിക്കും. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനമാണ് ഇവിടെ. മിനിസ്റ്റർ രാമേന്ദ്രൻ കടന്നപ്പള്ളി, ഒപ്പം പ്രമുഖ നടൻ സന്തോഷ് കീഴാറ്റൂർ അടക്കമുള്ള വിശിഷ്ട അതിഥികൾ നമുക്കിപ്പോൾ ഉണ്ട്. അവരെ ക്ഷണിക്കാം. സർ, പ്ലീസ്. നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ കുമാരി പി ലത, നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുമേഷ്, ബഹുമാനായ സന്തോഷ്, കൈരളിയുടെ സംഘാടകന്മാരും അതിൻ്റെ പ്രയോക്താക്കളും എല്ലാമായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ പരിപാടിക്ക് നാളെ തിരശ്ശീല ഉയരുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വൈകുന്നേരം അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ഉത്സവ വേദിയോടനുബന്ധിച്ചിട്ടാണ് കൈരളിയുടെ ഒരു പ്രധാനപ്പെട്ട സംപ്രേഷണ കേന്ദ്രം ഇവിടെ ആരംഭിക്കുന്നത്. നിങ്ങളേവരുടെയും അനുഗ്രഹത്തോടും ആശിസ്സോടും പ്രാർത്ഥനയോടും കൂടി കൈരളിയുടെ ഈ ഷോൾ ഞാൻ ഔപചാരികമായി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളട്ടെ. കൈരളി കേരളത്തിൻ്റെ സ്വന്തമാണ്. അങ്ങനെ ഈ സമ്മേളന നഗരിയിൽ നിന്ന് സംപ്രേഷണം ചെയ്യപ്പെടുന്ന കൈരളിയുടെ എല്ലാ സന്ദേശങ്ങളും പരിപാടികളും കേരളത്തിൻ്റെ കലാസാംസ്കാരിക ബോധത്തിൻ്റെ ആത്മാവിഷ്കാരത്തിൻ്റെ കൂടി ഭാഗമായി തീരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. തുഞ്ചം പറമ്പിലെത്തത്തേ
വരൂ പഞ്ചവർണ്ണ കിളിത്തത്തേ തുഞ്ചന്റെ കച്ചമണികൾ കുത്തും കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ വീണപൂവിൻ കഥ പാടി മണിവീണകൾ മീട്ടിയതത്തേ തുഞ്ചമ്പരമ്പിലെത്തത്തെ വരൂ പഞ്ചവർണ്ണ കിളിത്തത്തെ തുഞ്ചന്റെ കച്ചമണികൾ കൊത്തു കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ വീണപൂവിൻ കഥ പാടി മണിവീണകൾ മീട്ടിയതത്തേ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തിരി തെളിയാനിരിക്കെ ഇന്ന് പീപ്പിൾ ഡേ സ്റ്റുഡിയോ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. കൗമാര കലോത്സവത്തിന് കണ്ണൂരിൽ തിരിതെളിയുമ്പോൾ തന്റെ ഓർമ്മച്ചെപ്പ് തുറക്കുകയാണ് മുൻ കലാതിലകവും നർത്തകിയുമായ അമ്പിളി ദേവി. കലോത്സവ വേദികളിലെ വിധി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ കഴിയണമെന്ന് അമ്പിളി ദേവി പറഞ്ഞു. യഥാർത്ഥ പ്രതിഭകളെ കണ്ടെത്താനാവണം വിധികർത്താക്കൾ ശ്രമിക്കേണ്ടതെന്നും അമ്പിളി ദേവി ചൂണ്ടിക്കാട്ടി. കൗമാര കലോത്സവത്തിന് വേദികൾ ഉണരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തന്റെ കലോത്സവ നാളുകൾ അയവിറക്കുകയാണ് അമ്പിളി ദേവി. 2001 ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കലാതിലക പട്ടം തന്നെ തേടിയെത്തിയത്. പനി പിടിച്ച സാഹചര്യത്തിൽ മത്സരിച്ചിട്ടും വിജയിച്ചു കയറാനായി. പങ്കെടുത്ത ഇനങ്ങൾക്കെല്ലാം 1ാം സ്ഥാനം നേടാൻ കഴിഞ്ഞ കാര്യവും ആവേശത്തോടെ ഓർമ്മിക്കുകയാണ് ഈ കലാകാരി. അതേസമയം കലോത്സവ വേദികളിലെ തർക്കങ്ങളും അപ്പീലുകളുമെല്ലാം ഈ മുൻ കലാതിലകത്തെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. പണം വാങ്ങി വിധിയെഴുതുന്ന ഗുരുക്കന്മാർ കുരുന്നുകളായ പ്രതിഭകളോട് ചെയ്യുന്നത് ക്രൂരതയാണ്. കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിജയികളെ കണ്ടെത്തണമെന്നും അവർ പറഞ്ഞു. കലോത്സവങ്ങളെ സംബന്ധിച്ച് നമ്മൾ കേൾക്കുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴുമുള്ള തർക്കങ്ങൾ. പ്രധാനമായിട്ടും വിധി നിർണയത്തെ ചൊല്ലി അർഹതയുള്ള കുട്ടിക്കല്ല സമ്മാനം കിട്ടിയെന്നും പിന്നെ കോഴ വാങ്ങിയിട്ടാണ് ജഡ്ജസ് വന്നതെന്നും നമ്മൾ എല്ലാ വർഷവും കേൾക്കാറുണ്ട്. ഇത്തവണത്തെ കലോത്സവത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുട്ടികളുടെ മനസ്സ് വേദനിപ്പിക്കാത്ത, അർഹിക്കുന്നവരെ കണ്ടെത്തുന്ന തരത്തിലുള്ള ഒരു നല്ല കലോത്സവമായി തീരട്ടെ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. വിധി നിർണയവുമായി ബന്ധപ്പെട്ട് കലോത്സവ വേദികളിൽ വിജിലൻസ് പരിശോധന നടത്താനുള്ള തീരുമാനത്തെ മുൻ കലാതിലകം സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പെരുമ്പടവം ശ്രീധരന്റെ നോവലായ ഒരു സങ്കീർത്തനം പോലെ നാടകരൂപത്തിലെത്തുന്നു. റഷ്യൻ സാഹിത്യകാരൻ ദസ്തയേവ്സ്കിയുടെയും അന്നയുടെയും പ്രണയത്തെ ആസ്പദമാക്കിയാണ് നാടകം രൂപപ്പെടുത്തിയിരിക്കുന്നത്. പ്രമുഖ നാടകകൃത്തും നാടക നടനുമായ അഹമ്മദ് മുസ്ലിമാണ് നാടകരചന നിർവഹിക്കുന്നത്. ഇന്ന് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ വൈകിട്ട് 6:30 മുതലാണ് നാടകം. വായനക്കാർ ഹൃദയത്തിലേറ്റുവാങ്ങിയ ദസ്തയേവ്സ്കിയുടെയും അന്നയുടെയും പ്രണയം അരങ്ങിലേക്ക് എത്തുകയാണ്. വിശ്വസാഹിത്യകാരൻ ദസ്തയേവ്സ്കിയുടെ ജീവിതത്തെ അവലംബിച്ച് പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിന്റെ നാടകരൂപാവതരണം ഇന്ന് നടക്കും. ദസ്തയേവ്സ്കിയുടെ ഹൃദയത്തിന്റെ ഭാഷ വായനക്കാരനെ അനുഭവിക്കുന്ന ശൈലിയാണ് പെരുമ്പടവം എഴുതിയ നോവലിന്റെ മുഖമുദ്ര. സ്കൂൾ ഓഫ് ഡ്രാമ വിദ്യാർത്ഥിയും നിരവധി നാടകങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള അഹമ്മദ് മുസ്ലിമാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന നാടകത്തിന്റെ രചന. നാടകത്തിൽ ദസ്തയേവ്സ്കിയായി എത്തുന്നതും അഹമ്മദ് മുസ്ലിം തന്നെ. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന ഗാർഗി ആനന്ദാണ് അന്നയായി അരങ്ങിലെത്തുന്നത്. കരുനാഗപ്പള്ളി ഗോപൻ, പുന്നൂർ ശ്രീകുമാർ, അതുൽ ശ്രീകുമാർ, ഉഷ രവി തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി വേഷമിടുന്നുണ്ട്. വൈകിട്ട് 6:30 കരുനാഗപ്പള്ളി ടൗൺ ഹാൾ ഓഡിറ്റോറിയത്തിലാണ് നാടകത്തിന്റെ അരങ്ങേറ്റം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.